ബിജഹന്നം കത്തിക്കാളുന്ന നരകത്തെ മനുഷ്യൻ കാണുകയാ. സുബ്ഹാനല്ലാഹ്, കത്തിക്കാളുന്ന നരകത്തെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ അഹ്ലുകാർ, കത്തിക്കാളുന്ന നരകത്തിന്റെ അഹ്ലുകാരായ ആളുകൾ നരകത്തെ കാണുമ്പോ ആ സമയത്താണ് അല്ലാഹു തആല വിളിച്ചു പറയുകയാ, നരകത്തിലേക്കുള്ള നരകത്തിന്റെ അഖിലകാരെ അല്ലാഹു ഇങ്ങനെ വിളിക്കുകയാ നരകത്തിലേക്ക്. എവിടെ നിസ്കാരം ഉപേക്ഷിച്ചവരെവിടെ, കള്ളു കുടിച്ചവരെവിടെ, പലിശ വാങ്ങിയവരെവിടെ, ഈ ദുനിയാവിൽ ഹറാം ചെയ്ത് നടന്നവരെവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിളിച്ചു പറയുമ്പോ നരകത്തിലേക്ക് വിളിക്കുമ്പോ ആ സമയത്താണല്ലേ പ്രിയപ്പെട്ട സഹോദരാ, കത്തിക്കാളുന്ന നരകത്തെ കാണുമ്പോ ആ സമയത്ത് മനുഷ്യന് ചിന്ത വരികയാ, മനുഷ്യന് ബോധം വരികയാ. പടച്ചവനെ, ദുനിയാവിൽ നല്ലതുപോലെ നല്ല രീതിയിൽ ഈമാനോട് ജീവിച്ചിരുന്നെങ്കിൽ ഈ കത്തിക്കാളുന്ന നരകത്തിൽ കടക്കേണ്ട ഗതികേട് എനിക്ക് വരില്ലായിരുന്നല്ലോ. ആ സമയത്ത് മനുഷ്യൻ പറയുമ്പോ അല്ലാഹുവിനോട് മനുഷ്യൻ നിലവിളിച്ച് പറയുകയാണ്, അല്ലാ അല്ലാ അല്ലാ, പടച്ചവനെ ഈ അദാബിൽ നിന്ന് രക്ഷിക്കുമോ തമ്പുരാനെ? മനുഷ്യൻ പറയുകയാ, അല്ലാഹുവേ അല്ലാഹുവേ, ഒരല്പസമയത്തേക്ക് എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നാൽ, ഒരല്പസമയം ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നാൽ ഞാൻ ഈമാനോട് ഇഖ്ലാസോട് തഖ്വയോടെ ജീവിച്ചു കൊള്ളാമല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കുമോ അല്ലാ? മനുഷ്യൻ ആ സമയത്താണ് ചിന്ത വരിക, ആ സമയത്താണ് ബോധമുണ്ടാകുന്നത്. സുഹൃത്തേ, നിനക്കെന്താണ് ചിന്ത വരുന്നത്? അന്നുള്ള ചിന്തക്കെന്ത് ഫലമാണുള്ളത്? സുഹൃത്തേ, നിനക്കെന്താണ് ചിന്ത വരുന്നത്? അന്നുള്ള ചിന്തക്കെന്ത് ഫലമാണുള്ളത്? ആ സമയത്ത് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ? ഇല്ല ഇല്ല, ഒരു കാര്യവുമില്ല, ഒരു ഉപകാരവുമില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ അത് നമ്മൾ നേരിടേണ്ട ആ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു മാറ്റവുമില്ല. ആ അദാബ് നമ്മൾ അനുഭവിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തേവലക്കരയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നരകത്തിന്റെ അഖിലകാരെ അല്ലാഹു നരകത്തിലേക്ക് ഇടാൻ വേണ്ടി മലകളെ പറഞ്ഞയക്കുകയാ. ആ നരകത്തിന്റെ അഖിലകാരെ നരകത്തെ കാണുമ്പോ യുബസ്സുറൂഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബിബനി صاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه كلا إنها لظى نزاعة للشوى. ഇതൊക്കെ പടച്ച റബ്ബിന്റെ ഖുർആനാണ്. ഞാൻ ഈ പറയുന്നത് ഖുർആനാണ്. അല്ലാഹു പറയുകയാ, നാളെ നരകത്തിന്റെ അഹ്ലുകാരായ ആളുകൾ തെമ്മാടികൾ പറയുമത്രേ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബിബനി. കത്തിക്കാളുന്ന നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ വരുമ്പോ നരകത്തിൽ പലതരം ശിക്ഷകളാണ്, നരകത്തിൽ പല വിധത്തിലുള്ള ശിക്ഷകളാണ്. അതിലൊരു ശിക്ഷയുടെ പേരാണ് നൗജ്, അതിലൊരു ശിക്ഷയുടെ പേരാണ് നൗജ്. കുല്ലമാ نضجت جلودهم بدلناهم جلودا غيرها بدلناهم جلودا غيرها ليذوقوا العذاب.
എന്ന് പറഞ്ഞാൽ കോടിയുടെ തൊലി ഉരിയുന്നത് പോലെ മനുഷ്യന്റെ തൊലി ഉരിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ തൊലി കോടിയുടെ തൊലി ഉരിയുന്നത് പോലെ ഉരിച്ചിട്ട് കരയിലേക്ക് വെക്കുമത്രേ. ഇന്ന് നമ്മൾ ഹോട്ടലുകളിൽ കാണാറുണ്ടല്ലോ ചിക്കൻ ഷവായ് എന്ന് പറഞ്ഞാൽ കോടിയുടെ തൊലി ഉരിച്ചിട്ട് തീയിൽ വെച്ച് ചുട്ടെടുത്തത്. കല്ലാ എന്ന പദം ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട നാളെ നരകത്തിന്റെ അഹ്ലുകാരായ ആളുകളെ നവജെന്ന് പറയുന്ന ശിക്ഷ കോടിയുടെ തൊലി ഉരിയുന്നത് പോലെ മനുഷ്യരെ തൊലി അങ്ങ് ഉരിച്ചിട്ട് അല്ലാഹു കരയിലേക്ക് വെക്കുമത്രേ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തീർന്നില്ല സഹോദരങ്ങളെ. യൗമ യുസ്ഹബൂന ഫിന്നാർ യൗമ യുസ്ഹബൂന ഫിന്നാർ അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ എന്ന് മാത്രമല്ല അല്ലാഹു പറയുകയാ, ആ നരകത്തിന്റെ അഖിലുകാരായ തമ്മാടികളായ ആളുകളെ അല്ലാഹു തല കീഴായി നിർത്തിക്കൊണ്ട് ആ നരകത്തിന് മുകളിലൂടെ അല്ലാഹു തആല മലക്കുകളെ ഇവർ ശിക്ഷ കൊടുക്കാൻ, നരകത്തിന്റെ അഖിലുകാരായ തമ്മാടികൾക്ക് ശിക്ഷ കൊടുക്കാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ട് മലക്കുകളതാ തല കീഴായി നിർത്തിക്കൊണ്ട് ആ കത്തിക്കാള നരകത്തിലൂടെ നമ്മളെ വലിച്ചെടുത്ത് കൊണ്ടുപോവുകയാ. യാ അല്ലാഹ്, എന്താണ് അവസ്ഥ പ്രിയപ്പെട്ടവര്? ആ സമയത്തുള്ള അവസ്ഥ വളരെ ഭയാനകരം തന്നെയാ. ഇങ്ങനെയൊക്കെ ശിക്ഷകൾ അനുഭവിക്കുമ്പോ ഈ ശിക്ഷകളൊക്കെ താങ്ങാൻ കഴിയാതെ വരുമ്പോ തെമ്മാടികളായ ആളുകൾ ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുമത്രേ, അള്ളാഹുവിനോട് പറയുമത്രേ, കത്തിക്കാളുന്ന നരകത്തിലെ ശിക്ഷകൾ അനുഭവിക്കാൻ കഴിയാതെ വരുമ്പോ ആ സമയത്ത് മനുഷ്യൻ അള്ളാഹുവിനോട് പറയുകയാ, അള്ളാഹുവേ ഈ നരകത്തിലെ ശിക്ഷ എത്ര ഭയാനകരമാണ് അല്ലാ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ട് ആ നരകത്തിന്റെ അഖിലുകാരായ ആളുകൾ പറയുമത്രേ. സൂറത്തുൽ മാരിജിലാണ് ഈ പറയുന്നത്, യവ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. നാളെ നമ്മൾ നരകത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോ ആ സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ ചാരയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ ചാരത്തുണ്ട്, നമ്മുടെ അരുമക്കിടാങ്ങളായ മക്കൾ നമ്മുടെ ചാരത്തുണ്ട്. ആ സമയത്ത് നരകത്തിലെ ശിക്ഷകൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോ ആ സമയത്ത് നമ്മുടെ മക്കളെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ മക്കളുടെ കൈ പിടിച്ചിട്ട് നമ്മൾ അല്ലാഹുവിനോട് പറയുമത്രേ, എനിക്ക് പകരമായി എന്റെ മക്കളെ ഞാൻ ഈ നരകത്തിലേക്ക് ഇട്ടുതരാം. ആരാ പറയുന്നത്? സ്വന്തം ഉപ്പ സ്വന്തം മക്കളുടെ കൈ പിടിച്ചിട്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് പറയുകയാ, ഇതൊന്നും വെറുതെയല്ല, ഇതൊക്കെ ഖുർആനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ നരകത്തിന്റെ അഖിലുകാര് പറയുമത്രേ, അവർക്ക് നരകത്തിലെ ശിക്ഷകൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോ പ്രിയപ്പെട്ട മക്കളുടെ കൈ പിടിച്ചിട്ട് പറയുമത്രേ, അല്ലാഹുവേ എന്റെ മക്കളെ ഞാൻ ഈ നരകത്തിലേക്ക് ഇട്ടുതരാം, അങ്ങനെയെങ്കിലും എന്നെ ഈ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷിക്കുമോ നാഥാ എന്ന് മനുഷ്യൻ അല്ലാഹുവിനോട് പറയുമ്പോ ഇന്ന് നമ്മുടെ മക്കൾ നമ്മൾ സ്നേഹത്തോടെ വളരെയധികം ലാളിത്യത്തോടെ നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വളരെ സ്നേഹത്തോടെ വളർത്തുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ഉപ്പ ഗൾഫിലേക്ക് പോകുമ്പോ ഇനി കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട ഉപ്പ തിരിച്ചു വരുന്നത് എന്നറിയാ. എന്നാൽ പോകണ്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളെ നാളെ നമ്മൾ നരകത്തിന്റെ ചാര വെച്ച് കാണുമ്പോ ആ സമയത്ത് അല്ലാഹുവിനോട് പറയുമത്രേ, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. എനിക്ക് പകരമായി മക്കൾ ഞാൻ നരകത്തിലേക്ക് ഇട്ടുതരാം.
അങ്ങനെയെങ്കിലും നരകത്തിൽ നിന്നൊന്ന് നീ എന്നൊന്ന് രക്ഷിക്കുമോ തമ്പുരാരെ? മനുഷ്യൻ ചോദിക്കുകയാ. തീർന്നില്ല. അവന്റെ മക്കളെന്ന് മാത്രമല്ല, മക്കളെ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അവന്റെ ഉമ്മയെയും പറയുകയാണ്. എന്റെ ഉമ്മയെ ഞാൻ ഈ നരകത്തിലേക്ക് ഇട്ടുതരാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടോമാ, ആ നാളെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, പരലോകത്ത് നിൽക്കുമ്പോ, അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവസാനമായി മനുഷ്യൻ കേണപേക്ഷിച്ചുകൊണ്ട് പറയുകയാണല്ലോ, എന്റെ ഉമ്മയെ ഞാൻ നരകത്തിലേക്ക് ഇട്ട് തരാ. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നരകത്തിന്റെ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷിക്കുമോ തമ്പുരാരെ? എന്റെ പ്രിയപ്പെട്ടവരെ, തീർന്നിട്ടില്ല. അവന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, അവന്റെ പ്രിയപ്പെട്ട ഭാര്യ, അതേപോലെ തന്നെ അവനോട് ബന്ധപ്പെട്ട എല്ലാവരും ആ സമയത്ത് അവന്റെ അരികെയുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോ പറയാ, അല്ലാ, എനിക്ക് പകരമായി ഇവരെ നരകത്തിലേക്ക് ഇട്ടുകൊള്ളൂ, അവരെ ശിക്ഷിച്ചോളൂ. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷിക്കുമോ തമ്പുരാനെ എന്ന് മനുഷ്യൻ ആ സമയത്ത് നിലവിളിച്ച് പറയുമ്പോ, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നൊരു വാക്യമുണ്ട്. അല്ലാഹു മലക്കുകളോട് പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ ഇങ്ങനെ ഉമ്മയെ പകരം തരാം, ഉപ്പയെ പകരം തരാം, മക്കളെ നരകത്തിൽ എനിക്ക് പകരമായി തരാം എന്നൊക്കെ പറയുമ്പോ, ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയുകയാ, ഖുദൂഹു ഫഗ്ലൂഹു ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കൽപ്പന വരികയാ, ഖുദൂഹു ഫഗുല്ലൂഹു, ഖുദൂഹു പിടിക്കവനെ, ഫഗുല്ലൂഹു എന്ന് പിടിച്ചു കെട്ടവനെ, സുമ്മൽ ജഹീമ സല്ലൂഹു, എന്നിട്ട് അവനെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക. ആരാ പറയുന്നതാരാ? അല്ലാഹു പറയുകയാ, അവനെ പിടിച്ചു കെട്ടിയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുക. അവനാരാണ് ഇങ്ങനെ പറയാൻ? അവന്റെ ഉമ്മയെ പകരം തരാമെന്നോ, മക്കളെ പകരം തരാമെന്നോ, ഭാര്യയെ പകരം തരാമെന്നോ, ഭർത്താവിനെ പകരം തരാമെന്നോ, കുടുംബക്കാരെ നരകത്തിലേക്ക് അവനെ രക്ഷിക്കാനാണോ അവൻ പറയുന്നത്? ഖുദൂഹു ഫഗുല്ലൂഹു, അവനെ പിടിച്ച് കെട്ടിയിട്ട് കത്തിക്കാളുന്ന നരകത്തിലേക്ക് അവനെ നിങ്ങൾ വലിച്ചെറിയണേ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോ, ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ പകരം തരാം, ഉമ്മയെ പകരം തരാം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖറാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. അവനവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടത് അവൻ മാത്രമാണ്. അവനവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടത് അവൻ മാത്രം. അതല്ലാതെ അവനോട് ബന്ധപ്പെട്ട ആളുകളെ നരകത്തിലേക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇല്ല സഹോദരാ, രക്ഷയില്ല എന്നു മാത്രമല്ല, അവസാനമതാ എങ്ങനെയാ നരകത്തിലേക്ക് ഇടുന്നതെന്നറിയുമോ? അല്ലാഹു നരകത്തിലേക്ക് നമ്മളെ ഇടാൻ പറയുമ്പോ എങ്ങനെയാ നരകത്തിലേക്ക് ഇടുന്നതെന്നറിയോ? യുഅറഫുൽ മുജ്രിമൂന ബിസിമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം. യുഅറഫുൽ മുജ്രിമൂൻ, നരകത്തിന്റെ അഹ്ലുകാരായ ആളുകളെ കാണുമ്പോ തന്നെ അല്ലാഹുക്കറിയാം ഇവൻ നരകത്തിലേക്കുള്ളവനാണെന്ന്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അവനെ പിടിച്ചിട്ട് അവന്റെ രണ്ട്
കൈകാലുകൾ അങ്ങ് പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് നരകത്തിലേക്ക് ഇടാൻ പറയുന്നതിന്റെ രൂപമാ. അവന്റെ രണ്ട് കൈകാലുകൾ പിടിച്ചു കെട്ടിയിട്ട് നല്ല ഉണക്ക ചുള്ളിവിറകൊടിക്കുന്നത് പോലെ അവന്റെ കൈകാലുകൾ അങ്ങൊടിച്ചിട്ട് ഒരൊറ്റ വലിച്ചെറിയലാണ്. കത്തിക്കാളുന്ന നരകത്തിലേക്ക് ഒരൊറ്റ വലിച്ചെറിയലോ. ആ സമയത്ത് രക്ഷപ്പെടാൻ കഴിയൂല, രക്ഷപ്പെടാൻ സാധിക്കില്ല. അവനവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടവൻ മാത്രമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കത്തിക്കാളുന്ന നരകം വല്ലാത്ത ഭയാനകരം തന്നെയാ. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് നമുക്കൊക്കെ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, തഖ്വ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലാണല്ലോ തഖ്വ വേണ്ടത്. കുറെ പുറം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. റബ്ബിന്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ. കലർപ്പെന്നു കണ്ടാൽ മുഴുവനും നഷ്ടത്തിലാ. റബ്ബിന്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ. കലർപ്പെന്നു കണ്ടാൽ മുഴുവനും നഷ്ടത്തിലാ. മോനെ, അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. തങ്ങൾ പറയുകയാ, നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്ക്, നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല. വലാകിൻ പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങളിലെ അല്ലാഹു നോക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ. ويشير إلى صدره ثلاث مرات. തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ തന്റെ ഹൃദയത്തിലേക്ക് 3 തവണ വിരൽ ചൂണ്ടുകയാണ്. നമ്മൾ പുറത്തെത്ര അടിപൊളിയായി നടന്നാലും, എത്ര നല്ല ആഡംബരത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്നാലും അല്ലാഹു നോക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഹൃദയം ശുദ്ധമാണോ എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ലെങ്കിലോ നാളെ അല്ലാഹുവിന്റെ ശിക്ഷക്ക് നമ്മൾ വിധേയരാകുന്നതാണ്, യാതൊരു സംശയവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടം നമുക്കറിയാമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയതാണ് 5 വക്ത് നിസ്കാരം. 5 വക്ത് നിസ്കാരം. ആ 5 വക്ത് നിസ്കാരത്തിൽ ഇന്ന് എത്ര ആളുകളാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ആ 5 വക്ത് നിസ്കാരത്തെ മനഃപൂർവ്വം പാഴാക്കി കളയുന്ന, ആ നിസ്കാരത്തെ നിസ്സാരമാക്കി കാണുന്ന എത്ര ആളുകളാണ് ഈ ആധുനിക കാലഘട്ടത്തിലുള്ളത്. അല്ലേ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടം നമുക്കറിയാമല്ലോ. ഇന്ന് നമുക്ക് നിസ്കാരത്തൊരു ഗൗരവമില്ലാതെയായി, നിസ്കാരം നിസ്സാരമായി നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ നിസ്കാരത്തിന്റെ ഗൗരവം? ഇതിന്റെ ഗൗരവം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൻ തറക സ്വലാത്ത മുതഅമ്മിദാ ഫഖദ് കഫറ ജിഹാറ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഉറക്ക സ്വലാത്ത് ചൊല്ലും. ഇത് സ്വലാത്തിന്റെ സദസ്സാണ്. സ്വലാത്ത് ഉറക്കം മുടങ്ങട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഫനസിയ ത്വരീഖൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി മറന്നുപോയവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് നമ്മൾ ഉറക്കെ ചൊല്ലുക. എല്ലാവരും അതുകൊണ്ട് സ്വലാത്ത് ഉറക്കം മുടങ്ങട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു
اللهم صل على محمد يا رب صل عليه وسلم അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ സ്വലാത്തുകളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് അല്ലാഹു ഈ സമയത്ത് തന്നെ എത്തിക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന നിസ്കാരത്തിന്റെ കാര്യമാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ മൻ തറക സ്വലാത മുതഅമ്മിദാ ഫഖദ് കഫറ ജിഹാറാ ആരെങ്കിലും നിസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ ജിഹാറാ അവൻ പച്ചക്ക് കാഫിറാണ് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇജാബിന്റെ വാക്കുകളല്ല ഇത് ഹബീബായ നബിയുടെ അധ്യാപനമാ ഇതിനർത്ഥം നിങ്ങളാരും നിസ്കരിക്കാത്തവരാണ് എന്നല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ എല്ലാവിധ തെമ്മാടിത്തരങ്ങളും മുൻകൂട്ടി അറിയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇതിന്റെ ഗൗരവം പഠിപ്പിക്കുകയാ മൻ തറക സ്വലാത മുതഅമ്മിദാ ഫഖദ് കഫറ ജിഹാറാ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ് അവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല നിസ്കാരം ഉപേക്ഷിക്കുന്നവർ കാഫിറാണെന്ന് മാത്രമല്ല യമൂതു ദലീലാ അവരെ നീചരായി ചത്തുപോകുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കരുതിയതുപോലെയല്ല നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല നിസ്കാരത്തിന്റെ ഗൗരവം ആ നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള ശിക്ഷ വളരെ വലുതാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നിസ്കാരം ഉപേക്ഷിക്കുന്നവർ അവസാനം മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് മരണത്തിന് ശേഷമല്ലേ മരണാനന്തര ജീവിതമല്ലേ സന്തോഷത്തിലാകേണ്ടത് അവിടെയല്ലേ രക്ഷപ്പെടേണ്ടത് ഈ ദുനിയാവിൽ എന്തുണ്ടായിട്ട് കാര്യമെന്ത് ഈ ദുനിയാവിലൊക്കെ സൗകര്യങ്ങളുണ്ടായിട്ട് കാര്യമെന്ത് അവസാനം മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണ്ടേ സഹോദരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് യമൂതു ദലീലാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവർ കാഫിറാണെന്ന് മാത്രമല്ല അവർ മരിക്കുമ്പോ നീചരായി അവർ ചത്തുപോകുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല യമൂതു ജാഇആ അവർ കഠോരമായ വിശപ്പ് സഹിച്ചുകൊണ്ട് സമുദ്രത്തിലുള്ള വെള്ളം കുടിച്ചാലും അവരുടെ വിശപ്പ് തീരുകയില്ല അത്രയും വലിയ വിശപ്പ് സഹിച്ചിട്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് ചത്തുപോകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അല്ലാഹു മരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യനിക്ക് അല്ലാഹു മരിക്കുമ്പോൾ കൊടുക്കുന്ന ശിക്ഷയാണിത് അവർക്ക് അല്ലാഹു വല്ലാത്ത കഠിന വിശപ്പ് കൊടുത്തുകൊണ്ട് അവരെ അല്ലാഹു കാഫിറായി കൊണ്ട് മരിപ്പിക്കുന്നതാണ് ഈ ദുനിയാവിൽ നിന്ന് ഇനി അവരെ ഖബറിലേക്ക് അങ്ങ് വെച്ചാലോ അവർ ഖബറിലേക്ക് വെച്ചാൽ അവസ്ഥ എന്താണ് ചിതലും പൊഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ ഖബറിന്റെ ആഴം സ്നേഹിത നീ നോക്ക് അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക് പെരും കല്ല് മുകളിൽ വെച്ച് മിൻഹാത്തോട്ട് ഓതിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വിട്ട് പല്ലിന്റെ മുകളിൽ തോലളിഞ്ഞാൽ പിന്നെ
ചിരിക്കുന്ന പല്ലിളിച്ച കിടത്തം തന്നെ. എന്റെ പ്രിയമുള്ളവരെ, ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയാൽ, നിസ്കാരം ഉപേക്ഷിച്ചൊരു മനുഷ്യന്റെ മയ്യിത്ത് ഖബറിലേക്ക് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, യുളയ്യഖു അലൈഹിൽ ഖബ്റു, യുളയ്യഖു അലൈഹിൽ ഖബ്റു. അവരുടെ മേൽ ഖബറൊറ്റ ഞെരുക്കമാണ്, ഖബറൊറ്റ ഞെരുക്കമാണ്. ഖബറങ്ങ് ഞെരുക്കുമ്പോ യാ അല്ലാഹ്, ഖബറങ്ങ് ഞെരുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലിൽ പൊട്ടുകയാ, അസ്ഥികൾ തരിപ്പണമാവുകയാ, തലച്ചോറ് പുറത്തേക്ക് വരികയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലച്ചോറ് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ എല്ലുകൾ, വാരി എല്ലുകളെല്ലാം തകർന്ന് തരിപ്പണമാവുകയാ. അസ്ഥികൾ പൊട്ടുമ്പോ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, യൂഖദു അലൈഹിൽ ഖബ്റു നാറാ, യൂഖദു അലൈഹിൽ ഖബ്റു നാറാ. ആ ഖബർ മുഴുവൻ അല്ലാഹു തആല നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യന്റെ കാര്യമായി പറയുന്നത്. ആ ഖബറിൽ അല്ലാഹു തആല, ആ ഖബറിൽ അല്ലാഹു തീ നിറക്കുകയാ. ആ ഖബർ മുഴുവൻ അല്ലാഹു തീ കൊണ്ട് നിറച്ചിട്ട്, ആ ഖബർ മുഴുവൻ അല്ലാഹു തീ കൊണ്ട് നിറച്ചിട്ട് നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യന്റെ, നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ച മനുഷ്യന്റെ ഈ ദുനിയാവിൽ അല്ലാഹു ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടും, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടും, നിസ്കാരം ഉപേക്ഷിച്ച് കള്ള് പിടിച്ച് കൂത്താടി പെണ്ണ് പിടിച്ച് വ്യഭിചരിച്ച് നടന്നവൻ അവരുടെ നാളെ ഖബറിൽ വെച്ചാൽ ഖബറങ്ങ് നിൽക്കുമെന്ന് മാത്രമല്ല, അതാ യൂഖദു അലൈഹിൽ ഖബ്റു നാറാ, യൂഖദു അലൈഹിൽ ഖബ്റു നാറാ. ആ ഖബർ മുഴുവൻ അല്ലാഹു തീ കൊണ്ട് നിറച്ചിട്ട് അതാ നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യന്റെ മയ്യത്ത് ആ തീയിലിട്ട് കൊണ്ട് അല്ലാഹു കരിച്ചു കളയുകയാ, അല്ലാഹു കരിച്ചു കളയുകയാ, അല്ലാഹു കരിച്ചു കളയുകയാ. ഇല്ല മോനെ, രക്ഷപ്പെടാൻ സാധ്യമല്ല. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലും വാവിട്ട് നീ കരയേണ്ടതാ. ചിതലും പുടുക്കൽ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവർക്ക് നീ ചെല്ലുന്നതിൽ. പ്രിയപ്പെട്ടവരെ, തെമ്മാടിക്കായ ആളുകളുടെ മയ്യിത്ത് ഖബറിൽ വെച്ചാൽ ആ സമയത്തതാ പാമ്പുകളും തേളുകളും അതുപോലെ തന്നെ വിഷസർപ്പങ്ങളും എല്ലാം വരികയാ, നമ്മൾ ആക്രമിക്കുകയാ, നമ്മൾ ആക്രമിക്കുകയാ. ഇല്ല ഇല്ല, ആ സമയത്ത് ഒരിക്കലും തന്നെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ആരാരുമില്ലാത്ത ആറടി മണ്ണിൽ ഏകനായി കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു ചോദിക്കുകയാ, എടാ മനുഷ്യ, നിനക്ക് ഞാൻ ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ചെയ്തു തന്നിട്ട് ആ സൗകര്യങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ നീ ശുക്ർ ചെയ്യാതെ നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ഹറാമായ വഴിയിലൂടെ നീ നടന്നില്ലേ? ഈ സമയത്ത് നീ ചിന്തിച്ചിട്ടൊരു കാര്യവുമില്ല. ഇനി നിനക്ക് രക്ഷയില്ല, ഇനി നിനക്ക് രക്ഷയില്ല, ഇനി നിനക്ക് ശിക്ഷയാണ് എന്ന് പറഞ്ഞിട്ടതാ അല്ലാഹുവിന്റെ അദാബ്, ഒരു അദാബിന് പുറമെ മറ്റെന്ന നിലയിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാ, ശിക്ഷകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബർ ജീവിതം വല്ലാത്ത ഭയാനകരം തന്നെയാ. നരകത്തിലെ ശിക്ഷകൾ അതിനേക്കാൾ ഭയാനകമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയുസ് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാ. അതുകൊണ്ട് പടച്ചറബ് തന്ന ഈ ആയുസ്സിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്നത്ര ഇബാദത്തുകൾ എടുത്ത് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് കഴിയണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അവസാനിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട
സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം വല്ലാതെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ എല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വല്ലാതെ വഴിപിടിച്ചു കൊണ്ടിരിക്കുന്ന സമയമാ. ഇന്ന് നമ്മുടെ മക്കൾ വല്ലാതെ പൈശാചിക ദുർബോധനത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാ. നമ്മുടെ മക്കളെ ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ പിന്നെ നാളെ വലുതാകുമ്പോ, അവർ വിവാഹം കഴിച്ച് അവർക്ക് ഭാര്യയെ കിട്ടുമ്പോ അവർക്ക് ഉമ്മയെ വേണ്ടാതാകുന്നതാ. അവർക്ക് ഉപ്പയെ വേണ്ട, പിന്നെ ഉമ്മയെ വേണ്ട. ഉമ്മയെ കണ്ടാൽ തിരിച്ചറിയാതെയായി, ഉപ്പയെ കണ്ടാൽ അറിയാതെയായി. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ മക്കള് വലിയ തമ്മാടിത്തരത്തിലേക്കാണ് എത്തുക. സഹോദരങ്ങളെ, നമ്മുടെ മക്കളിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാകാം, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ടാകാം. വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ഉപയോഗിക്കണം നല്ലതിന് മാത്രം. വാട്സപ്പ് ദഅവത്തിന് മാധ്യമമാകണം, വെറുമൊരു വിനോദം അതിനെ നാം ഒഴിവാക്കണം. വാട്സപ്പ് ദഅവത്തിന് മാധ്യമമാകണം, വെറുമൊരു വിനോദം അതിനെ നാം ഒഴിവാക്കണം. എന്തിന് വിലപിടിപ്പുള്ള സമയം കളയണം, അത് വലിയ നഷ്ടം തന്നെയാണെന്നറിയണം. വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ഉപയോഗിക്കണം, അതെല്ലാം ദഅവത്തിന് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇന്നത്ര എത്ര മക്കളാണ് നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി സമയം കളയുന്ന എത്ര മക്കളാണ് ഈ ആധുനിക കാലഘട്ടത്തിലുള്ളത്. ഇന്ന് നമ്മുടെ വീട്ടിൽ കേൾക്കുന്നത് സീരിയലാണ്, സിനിമയാണ്, സിനിമ പാട്ടുകളോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തന്നെ പൈശാചിക ദുർബോധനത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? എങ്ങനെയാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? എങ്ങനെയാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാവുക? അതുകൊണ്ട് എല്ലാവിധ തമ്മാടിത്തരങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് സിനിമാ നടന്മാരെയും സിനിമാ നടികളെയും, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാര്, സഹോദരിമാര്, അവരൊക്കെ റോൾ മോഡലാക്കുന്നത് സിനിമാ നടന്മാരെയല്ലേ, സിനിമാ നടികളെയല്ലേ. നമ്മുടെ റോൾ മോഡൽ ആരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ? ആ ഹബീബായ നബി തങ്ങളെയല്ലയോ നമ്മൾ പിൻപറ്റേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ഹബീബായ നബി തങ്ങൾ കാണിച്ചു തന്ന, ആ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ മൗലിദും അതുപോലെ തന്നെ സൂറത്ത് യാസീൻ പാരായണം അധികരിപ്പിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിഅ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. സൂറത്തുൽ വാഖിഅ, സൂറത്ത് യാസീൻ, ഇതിലേക്ക് മഹത്വം ഒരുപാട് പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതിയെന്നാ മൊഴി. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതിയെന്നാ മൊഴി. ഹൃദയത്തിന് സമാധാനം ഉണ്ടാകണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വേണോ? കടങ്ങൾ മാറണോ? മനസ്സിന് സമാധാനം കിട്ടണോ? എല്ലാം മാറിയിട്ട് മനസ്സിന് സന്തോഷം കിട്ടണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
അള്ളാഹുവിന്റെ സ്മരണ കൊല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയില്ല. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതി എന്ന മൊഴി. സൂറത്ത് യാസീൻ നമ്മുടെ ഹൃദയത്തിൽ ടെൻഷൻ വരുമ്പോ, നമ്മുടെ ഹൃദയത്തിൽ ടെൻഷൻ വരുമ്പോ സൂറത്ത് യാസീൻ ഓതുക. അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് സമാധാനം തരുന്നതാ. ഇഖ്ലാസോടുകൂടെ ഓതണം, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല മൗലിദ് ഓതുക. മൗലിദ് എന്ന് പറയുന്നത് കേവലം റബീഉൽ അവ്വലിലും അതുപോലെ തന്നെ റബീഉൽ ആഖിറിലും മാത്രമല്ല, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ട. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. മൗലിദ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ ചുരുങ്ങിയത് ഒരു ഹദീസെങ്കിലും ഓതാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത് റബീഉൽ അവ്വൽ എന്ന് മാത്രമല്ല, റബീഉൽ ആഖിറിൽ എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ മൗലിദ് ഓതിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതാണ്. ബദരീങ്ങളുടെ കാവലുണ്ടാകുന്നതാണ്. ആ വീട്ടിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുകയില്ല. കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുകയില്ല. ആ വീട്ടിൽ എപ്പോഴും സന്തോഷമാണ്, റാഹത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വീട്ടിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ സൂറത്തുൽ വാഖിഅ ഓതുക. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ഹബീബായ നബി തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ മഗ്രിബ് നിസ്കരിച്ചിട്ട് സൂറത്തുൽ വാഖിഅ തുടരെ പാരായണം ചെയ്താൽ ലം തുസിബഹു ഫാഖത്തൻ അബദാ, അവർക്ക് പിന്നെ ഒരിക്കലും ദാരിദ്ര്യം വരില്ലെന്നാ, അവർക്കൊരിക്കലും ദാരിദ്ര്യം വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കുക. ജീവിതത്തിൽ നമ്മൾ ഈമാൻ വർദ്ധിപ്പിക്കുക, തഖ്വയോടുകൂടെ ഇഖ്ലാസോടുകൂടെ ജീവിക്കുക. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അവസാനിപ്പിക്കുകയാ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനിയായ കാര്യങ്ങളിലേക്ക് അടുപ്പിക്കുക. ഇന്നല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഖബറിൽ പോയി കിടക്കേണ്ടവരല്ലേ. എപ്പോഴാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല, എവിടെ വെച്ചാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്. മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ആരാരുമില്ലാത്ത 6 അടി മണ്ണിനുള്ളിൽ പോയി കിടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാരുമില്ലാത്ത ഖബറിൽ കിടക്കുമ്പോ ആ സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിന്റെ ചാരം വന്ന്, അല്ലാ, ഈ ഖബറിൽ കിടക്കുന്നത് എന്റെ ഉപ്പയാണ്, ഈ ഖബറിൽ കിടക്കുന്നത് ഉമ്മയാണ്, എന്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ, ഉപ്പാക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളെ വേണ്ടയോ പ്രിയപ്പെട്ടവരെ? നാളെ നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിന്റെ ചാരം വന്ന് ഒരു ഫാത്തിഹ സൂറത്ത് ഓതി, യാസീൻ സൂറത്ത് ഓതി, ഇഖ്ലാസ് മുഅവ്വിദത്തൈനിയെങ്കിലും ഓതിയിട്ട് നമുക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളെ വേണ്ടയോ? അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ വേണ്ടയോ? വേണ്ടേ? അങ്ങനത്തെ മക്കളെ വേണ്ടേ? വേണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ വേണ്ടയോ? അതിനെന്ത് വേണം? ഇപ്പോൾ തന്നെ നമ്മുടെ മക്കളെ ദീനിയായ കാര്യങ്ങളിലേക്ക് അടുപ്പിക്കുക.
നല്ല മാർഗത്തിലേക്ക് അടുപ്പിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. നിസ്കാരം ഉപേക്ഷിച്ചാൽ പിന്നെ നമ്മൾ കാഫിറ. പിന്നെ എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല, മരണം ഏത് സമയത്താണ് വരുന്നതെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ ഒരു അപകട വാർത്ത ഞാൻ കേട്ടു. ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദിന്റെ മകന്റെ കൂടെ പഠിക്കുന്ന ഒരു പൊന്നുമോൻ, ആ പൊന്നുമോൻ ഇന്ന് ആക്സിഡന്റിൽ പെട്ടെന്നങ്ങും മരണപ്പെട്ടു പോവുകയാണ്. എൻ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എത്ര പെട്ടെന്നാണ് ഇവിടെ മറഞ്ഞു പോകുന്നത്. മനുഷ്യന്റെ അവസ്ഥ ഇത്ര മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ മരണവാർത്തകൾ കേൾക്കുന്നവർ നാം, പൊടുന്നനെയുള്ള അപകടം മരങ്ങൾ കാണുന്നവർ നാം, കേൾക്കുന്നവർ നാം. ഇന്നലെ നടന്നവൻ, ഇന്നലെ തോളിൽ കൈയിട്ട് നടന്നവൻ, ഇന്നലെ കളി തമാശകൾ പറഞ്ഞ് രസിച്ച് ചിരിച്ച് നടന്നവർ, ഇന്നവന്റെ മയ്യത്തിന് മുമ്പിൽ നിൽക്കാൻ വിധിക്കപ്പെട്ടവർ നാം.